അപ്പോൾ മക്കളെ, ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം. സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദച്ചാമി ജയിൽ ചാടി എന്നുള്ള ഇനീഷ്യൽ ന്യൂസ് കേട്ടിട്ടാണ് മലയാളികൾ ഇന്ന് ഉറക്കമെണീച്ചത്. കണ്ണൂരുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട്. ഗോവിന്ദച്ചാമിയെ കുറിച്ച് വിവരം ലഭിക്കുന്നവർ 9446899506 ആ നമ്പർ നമ്മൾ തുടർച്ചയായിട്ട് നമ്മുടെ സ്ക്രീനിലും പ്രദർശിപ്പിച്ചുകൊണ്ടേയിരിക്കും. 9446899506 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ആൻഡ് ഇപ്പോൾ നമ്മൾ അറിയുന്ന ന്യൂസ്, നമ്മൾ കണ്ട വിഷ്വൽസ് ഒക്കെ, കിണറ്റിനകത്ത് നിന്ന് പോലീസുകാരും നാട്ടുകാരും കൂടി പൊക്കിയെടുക്കുന്ന ഗോവിന്ദച്ചാമി. ഇതിലെന്താണ് സംഭവിച്ചത്? നമ്മുടെ സിസ്റ്റം ഓൾറെഡി ഫെയിലിയറാണ്. പക്ഷേ ഇവിടെ എന്ത് നടന്നിരിക്കാം എന്നുള്ള എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പെർസ്പെക്റ്റീവ് കമൻറ്റ് ബോക്സിൽ ഇടാം. ഓക്കെ. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ കുറേ ഫ്ലോസ് ഉണ്ട് ഈ ഒരു പെർട്ടിക്കുലർ കണ്ണൂർ സെൻട്രൽ ജയിലിൽ. കേരളത്തിലുള്ള ബാക്കി ഹൈടെക് ഫെസിലിറ്റീസ് ഉള്ള ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള ജയിലുകളെ പോലെയല്ല കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രാകൃതമായ രീതിയിലുള്ളൊരു ജയിൽ സെറ്റപ്പാണ്. ആ ജയിൽ സെറ്റപ്പിൽ ഇത്രയും വലിയൊരു കൊടും ക്രിമിനലിനെ സൂക്ഷിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ജയിൽ ചാട്ടം, ഇങ്ങനത്തെ ഒരു പ്ലാനിങ് പ്ലോട്ടിംഗ് ഒക്കെ അയാളുടെ ഭാഗത്തു നിന്ന് സംഭവിക്കും എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി ഇയാളെന്നല്ല, വേറെ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു സംഗതി ചെയ്യാന്നുള്ളത്. അപ്പോൾ സെക്യൂരിറ്റി കൂട്ടുക എന്നുള്ളതാണ് ഇനി ഇതിൽ ചെയ്യാൻ പറ്റുന്നത്. ഇനി പരസ്പരം കുറ്റം പറഞ്ഞിട്ടോ പഴി ചാരിയിട്ടോ ഒരു കാര്യമില്ല. അപ്പോൾ ഇവിടെ ഇനീഷ്യലി വന്ന ഫ്ലോസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഈ പറഞ്ഞ ഇലക്ട്രിക് ഫെൻസിൻ്റെ വിഷയം പറയുന്നുണ്ട്. രണ്ട്, ഇയാൾ ആര് സഹായിച്ചു? ഇയാൾക്ക് കൈപ്പത്തിയില്ല. ഓക്കെ. അങ്ങനെ കൈപ്പത്തി ഇല്ലാത്ത ഒരാൾ എങ്ങനെയാണ് തുണി പുറത്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി ചാടി വലിഞ്ഞ് കയറി അപ്പുറത്ത്? അതൊരു 6 അടിയൊന്നുമല്ല, അതിൻ്റെ മുകളിലും വലുപ്പമുള്ള ഒരു 2 ആൾ പൊക്കത്തിലുള്ള മതിലായിരിക്കണം അത്. അതെങ്ങനെ ചാടി? ബോംബ് വയേഴ്സ് ഉണ്ട്. ഇതിനിടയിൽ അയാൾ എങ്ങനെ ഇതിനിടയിൽ കൂടി രക്ഷപ്പെട്ടു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഓക്കെ. അപ്പോൾ അകത്തു നിന്നാണോ പുറത്തു നിന്നാണോ സഹായം ലഭിച്ചത്? സഹായം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ആര്, എന്തിന് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇവിടെ ബാക്കിയാണ്. ആദ്യം നമുക്ക് ഇവിടെ ഉണ്ടായ ഫ്ലോസ് ഒന്ന് ഇവിടെ ന്യൂസിൽ ചൂണ്ടിക്കാണിച്ചത് നമുക്കൊന്ന് ആദ്യം പ്ലേ ചെയ്യാം. കുറ്റവാളിയാണ്, അങ്ങേയറ്റത്തെ ക്രിമിനൽ മനസ്സുള്ള ആളാണ് ഗോവിന്ദച്ചാമി എന്ന് അയാൾ ഒറ്റ കേസിലല്ല നിരവധി കേസുകളിൽ പ്രതിയായത് എന്ന നിലയിൽ തന്നെ ബോധ്യപ്പെട്ടതാണ്. തെളിവുകളുടെ അഭാവം കൊണ്ട് മാത്രമാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥയിലെ പഴുതുകൾ ഉപയോഗിച്ച് കൊലക്കുറ്റത്തിൽ നിന്ന് അയാളെ ഒഴിവാക്കിയത്. ഒരു കൈയുടെ പാതിയാണ് ഇല്ലാത്തത്. ഒറ്റ കൈയിനെന്നാണ് നമ്മൾ ഗോവിന്ദച്ചാമിയെ വിശേഷിപ്പിക്കാറുള്ളതെങ്കിലും ഇപ്പോൾ സൗമ്യയുടെ അമ്മ സുമതി അമ്മ, നേരത്തെ നമ്മളോട് സുമതി അമ്മ സംസാരിച്ചിരുന്നു. അവരുടെ സങ്കടവും നിരാശയും രോഷവും അവർ പ്രകടിപ്പിച്ചിരുന്നു. ഒരിക്കൽ കൂടി അവർ സംസാരിക്കുന്നത് കേൾക്കാം. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം അതല്ല, ഈ ഇത്രയും വലിയ കണ്ണൂർ ജയിൽ പറഞ്ഞ വലിയ ഒരു ജയിലാണ്. ആ ജയിൽ ഇവനെ എങ്ങനെ എടുത്ത് ചാടി? ഇവനൊരു സപ്പോർട്ട് ഒരാളില്ലാതെ ഇവൻ അത് ചെയ്യില്ല. ഈ ഇത്രയും വലിയൊരു ജയിലിൽ നിന്ന് ഇവൻ എടുത്ത് ചാടണമെങ്കിൽ അതിന് ഒരാളില്ലാതെ ഒരിക്കലും അവനതിന് കഴിയില്ല. 15 കൊല്ലായി. അപ്പൊ അത് ഇതിൻ്റെ ഉള്ളിൽ ആരോ അവന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അത് കാരണം കൊണ്ടാണ് ഇവൻ ഈ ജയിൽ ചാടിയത്. അല്ലാതെ ഈ ഇത്രയും വലിയൊരു മതില് ഈ ഒരു ഒറ്റക്കൈക്കാരനല്ലേ, എന്ത് വന്നാലും ഒരു ഒറ്റക്കൈക്കാരനല്ലേ. അവൻ ഇത്രയും വലിയൊരു മതിലെടുത്ത് ചാടണമെങ്കിൽ ഇത്തിരി പണിയുണ്ട് അവന്. അപ്പൊ അവനൊരാൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അവൻ എത്ര പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ പിടിച്ചിട്ടില്ല. അവന് കണ്ണൂർ വിടാനുള്ള സമയം അവനായിട്ടില്ല. ആ അമ്മയുടെ രോഷം വ്യക്തമാണ്, സങ്കടം വ്യക്തമാണ്. നമുക്ക് ആ ഫ്രെയിമിൽ പൂർണ്ണമായി കാണാൻ കഴിയുമായിരുന്നില്ലെങ്കിലും കയ്യിൽ സൗമ്യയുടെ മകളുടെ പൊന്നുമോളുടെ ചിത്രവും കയ്യിലെടുത്താണ് അവളെ ഇത്ര നിഷ്ഠൂരമായി ഉപദ്രവിച്ച, ആ മകളെ ഉപദ്രവിച്ച് കൊലപ്പെടുത്തിയ, ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ, ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട പ്രതിയെ വലിയ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലും ജീവപര്യന്തം ശിക്ഷയിലാണ് ഒടുവിൽ എത്തി നിന്നത്. ആ പ്രതിക്ക് ജയിലിൽ ചാടാൻ അവസരം ഒരുങ്ങിയതിൽ അങ്ങേയറ്റം നിരാശയോടെയും രോഷത്തോടെയും സുമതി അമ്മ പ്രതികരിക്കുന്നത് കേട്ടു. കയ്യിൽ സൗമ്യയുടെ ചിത്രം തന്നെ ആവണം അതെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ. അപ്പോൾ ഇതേപോലെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഓക്കെ. ഈ പെർട്ടിക്കുലർ ഫെൻസിങ്ങിൽ കറണ്ട് പോകുന്ന സമയമുണ്ടോ, അതോ ഫുൾ ടൈം കറണ്ടുള്ളൊരു ഫെൻസിങ് ആണോ അവിടെ വെച്ചിട്ടുള്ളത്? ഒരു ഹൈ സെക്യൂരിറ്റി ജയിലിനകത്ത് ശരിക്കും ഫുൾ ടൈം ഇത് ഓണാക്കിയിട്ടുണ്ടേ കറണ്ട്? അത് കഴിഞ്ഞിപ്പോൾ ജയിൽ അധികൃതർ പൈസ അടയ്ക്കാത്തതുകൊണ്ട് KCB കട്ട് ചെയ്താണോ എന്ന് അറിയാൻ പാടില്ല. എന്താണെന്നുണ്ടെങ്കിലും അങ്ങനെ കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുണ്ട് ഇവിടെ. ഓക്കെ. ആര് ഹെൽപ്പ് ചെയ്തു, എങ്ങനെ ഹെൽപ്പ് ചെയ്തു? അങ്ങനെ ഒരു ഹെൽപ്പില്ലാതെ പോസിബിൾ ആവാൻ വളരെ പാടാണ്. ഇതിപ്പോൾ മറ്റേ സിൽവസ്റ്റർ സ്റ്റാലോൻ്റെ എസ്കേപ്പ് പ്ലാൻ സിനിമയൊന്നുമല്ലല്ലോ. ഇവന് ഒറ്റയ്ക്ക് അങ്ങോട്ട് പ്ലാൻ ചെയ്ത് മുങ്ങാനുള്ളൊരു പരിപാടി കാണിക്കാനൊക്കെ മേ ബി അതും ആയിരിക്കാം കേട്ടോ. റയർ ഓഫ് ദ റയറസ്റ്റ് ചാൻസ് അങ്ങനെയും വരാം. ബട്ട് സ്റ്റിൽ ഐ തിങ്ക് എവിടെ നിന്നൊക്കെയോ ഹെൽപ്പ് കിട്ടാനുള്ള ചാൻസ് ഞാൻ പേഴ്സണലി കാണുന്നുണ്ട്. പിന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ വന്ന റിപ്പോർട്ടുകളിലൊക്കെ ഈ സമയത്തിൻ്റെ ഒരു സംഗതി ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പോലീസുകാരൊക്കെ സംസാരിക്കുന്ന സമയത്ത് പുലർച്ചയോട് കൂടി ഒരു 4:30 ആ ടൈമോട് കൂടിയിട്ടാണ് ഇവനെ സെല്ലിൽ കാണാതാവുന്നതും അപ്പം ചാടി എന്നുള്ളത് മനസ്സിലാവുന്നതും എന്നുള്ളതാണ് പറയുന്നത്.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒന്നും വേണ്ട, റോട്ടിൽ നമ്മളെ ഇളനീര് വിൽക്കുന്ന ഉന്തുവണ്ടിയിലടക്കം CCTV ഉള്ള ഒരു കാലഘട്ടമാണ്. ഞാൻ നോക്കുമ്പോൾ ഈ ജയിലിൻ്റെ സറൗണ്ടിങ്സിൽ എവിടെയും ഈ മതിൽ പുറത്തേക്കുള്ള ഒരു ആക്സസിലോ മതിലിൻ്റെ അവിടെ ഒന്നും ഒരു CCTV ഫുട്ടേജോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളോ കിട്ടാനില്ല. അപ്പം അങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും ഒരു ജയിൽ നമ്മളവിടെ നടന്നുകൊണ്ട് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഒരുപാട് മാറ്റം വരേണ്ടതായിട്ടുള്ള സമയം കഴിഞ്ഞു. ഓക്കെ, പിന്നെ എനിക്ക് പേഴ്സണലി ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ പലരും പറയുന്നുണ്ട് ജയിലിനകത്തായതുകൊണ്ട് ഇവനിങ്ങനെ എല്ലും തോലും ആയില്ലേ, ഇവൻ ഒറ്റയടിക്കാണ്ട് തീർത്ത് കളഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഇവനിങ്ങനെ നരകിക്കുന്ന അവസ്ഥ നമുക്ക് മുന്നിൽ കാണേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടാണ് പലരും എന്ത് ചെയ്യുന്നത്, കമൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഞാനുള്ള കാര്യം പറയാലോ, ഇവന് വധശിക്ഷ റദ്ദാക്കി ഇവൻ എന്തു കൊടുത്തു, ഇവന് കൊണ്ടുപോയിട്ട് ഒരു ജീവപര്യന്തം കൊടുത്തു. ശരിയാണ്, ഇവനെ കാണുന്ന സമയത്ത് സ്കെലിറ്റായിട്ടുണ്ട്, എല്ലും തോലും. ബേസിക്കലി ഇവൻ്റെ പഴയ ഫോട്ടോസൊക്കെ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഈ ഗോവിന്ദച്ചാമി എന്ന് പറഞ്ഞവന് ഏകദേശം ഇതേ ഒരു ഫിസിക്കാണ്. ഇങ്ങനെ ഇരുന്ന ഒരാൾ വീക്കാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റൂ? ഞാനൊരിക്കലും പറയില്ല. എന്തിനാ കാശ് കൊടുത്ത് എല്ലാവരും ജിമ്മിൽ പോണേ? ട്രിം ആവാൻ അല്ലേ? ഇപ്പം ഇങ്ങനത്തെ ഒരു ബോഡി സ്ട്രക്ചർ ഉള്ള ഒരാൾ ഒരിക്കലും വീക്കാണെന്ന് ഞാൻ പറയില്ല. അയാൾ ഹെൽത്തിയാണ്, നല്ല രീതിയിൽ തിന്നാനും കിട്ടുന്നുണ്ട്, പിന്നെ ഫ്രീഡം കട്ടാവും, അതൊരു കാര്യം. ഇപ്പോൾ ഒരു സൈക്കോ മൈൻഡുള്ള ഒരാളാണ്, അയാളുടെ ഫ്രീഡം മൊത്തം കട്ടാവുന്ന സമയത്ത് മേ ബി അയാൾക്കൊരു ആ മെൻ്റൽ പ്രഷർ സംഗതികൾ അത് ഇതൊക്കെ ആകുമ്പോൾ അതൊരു ടോർച്ചറിങ് ആണ്. ഓക്കെ, ആ ഒരു ആസ്പെക്റ്റ് വെച്ച് നോക്കുമ്പോൾ മാത്രമാണ് ജയിൽ ഈസ് എ ടോർച്ചർ എന്ന് പറയാനുള്ളത്. അല്ലാത്ത പക്ഷം അവിടെ TV ഉണ്ട്, ആക്ടിവിറ്റീസ് നടക്കും, ഫുഡ് കിട്ടും, എല്ലാ പരിപാടിയും ഉണ്ടല്ലോ. ഞാൻ പറയുമ്പോൾ ഇത് നല്ലൊരു ടൈമായിരുന്നു പോലീസുകാർക്ക് ഇവൻ ഒറ്റയടിക്ക് പൂട്ട് തള്ളാൻ വേണ്ടിയിട്ട്. ശരിക്കും ഇങ്ങനത്തെ പ്രതികളെ ഒന്നും ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കാശിന് തീറ്റിപ്പോറ്റുന്ന, നമ്മളടയ്ക്കുന്ന ടാക്സിൻ്റെ പൈസയ്ക്ക് തീറ്റിപ്പോറ്റുന്ന പരിപാടിയോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. കാരണം ഇവനൊന്നും മാറി ചിന്തിക്കില്ല, മനസ്സിലായോ? തിരിച്ചറിവ് വന്ന് മാറി ചിന്തിച്ച് ചെയ്ത തെറ്റിൽ പശ്ചാത്താപം അതൊന്നും ഈ നാറികൾക്ക് കാണില്ല. ഇവരുടെ മൈൻഡിൽ ഇനി വേറെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും. ഇതിപ്പോൾ ഇവൻ ചാടി രക്ഷപ്പെടാൻ നേരത്ത് ഇവനെ പിടിക്കാൻ പറ്റി. കറക്റ്റ് ടൈമിൽ മീഡിയയും നാട്ടുകാരുടെയും ഇൻവോൾവ്മെൻറ്റ് കാരണമാണ് ആ സാധനം പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, പോലീസുകാർ ആദ്യം പുറത്ത് വിട്ട വിഷ്വൽസും ഫോട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയയിൽ വന്നത് ഇപ്പം പിടിച്ച ഇവനുമായിട്ട് ഒരു ബന്ധവുമില്ല. ആകെ ഞാൻ ഈ സൈഡിൽ കാണിക്കുന്ന ഒരു ഫോട്ടോ മാത്രമാണ് ഇവൻ്റെ താടിയുള്ളൊരു ഫോട്ടോ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെയുള്ള CCTV വിഷ്വൽസൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ആദ്യം കറുപ്പ് ഡ്രസ്സ് ഇട്ട് പോയും പിന്നെ ഇവന് പ്ലാൻ ഉണ്ട്, ഡ്രസ്സ് വരെ മാറ്റാൻ ഇവനെ കൊണ്ട് സാധിച്ചു. ഓക്കെ, ഈ പ്ലാൻ ഇവൻ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക? അതാണ് സത്യം പറഞ്ഞാൽ എൻ്റെ മൈൻഡ് മൊത്തം പോയിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ. ഇവൻ എങ്ങനെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യും? ഇപ്പോൾ ഇവൻ ജയിലിൻ്റെ അഴികൾ മുറിച്ചു എന്ന് പറയുന്നത്, ഈ ജയിലിൻ്റെ അഴികൾ മുറിക്കുന്നത് ചിലപ്പോൾ ഒരു അഴിയൊക്കെ ചിലപ്പോൾ മുറിച്ചിരിക്കാം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ടൂൾ എവിടുന്ന് ഇവന് കിട്ടി? അങ്ങനെ ജയിലിൻ്റെ അഴികൾ മുറിച്ചതാണോ അതോ ഇപ്പോൾ ഈ നമ്മൾ കാണുന്ന ഗോവിന്ദച്ചാമിയുടെ ഒരു ദേഹപ്രകൃതി കണ്ടോ, ഒരു മെലിഞ്ഞൊട്ടി, ഇവൻ മെലിഞ്ഞൊട്ടിച്ചതാണെങ്കിലോ? എൻ്റെ ഡൗട്ട് ഞാൻ ചോദിക്കും, ഇവൻ മെലിഞ്ഞൊട്ടിച്ചതാണെന്നുണ്ടെങ്കിൽ ഒരാൾ പ്ലാൻ ചെയ്യുകയാണ് ജയിലിൽ ചാടാൻ ആദ്യമുണ്ട പ്രൊസീജിയർ എന്താ വേണ്ടത്? അയാളെ ബോഡി വെയിറ്റ് കുറയ്ക്കണം. അത്രയും വെയിറ്റ് ക്യാരി ചെയ്തിട്ട് അയാൾക്ക് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അയാൾ സ്വയം പട്ടിണി കിടന്ന ആ ഒരു ശരീരപ്രകൃതിയിലേക്ക് മാറിയതാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ആയിക്കൂടെ? ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്ന് കുറച്ച് മാത്രം കഴിച്ച്, മനസ്സിലായോ? ആ ഒരു ശരീരപ്രകൃതിയിലേക്ക് അയാൾ മാറിയതിന് ശേഷം അയാളുടെ ജയിൽ ചാടുന്ന പരിപാടി കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടി അയാൾ ചെയ്തൊരു പണിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു തോന്നിയിട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന ഒരാൾ തീരെ എന്താ പറയുക, ഹെൽത്തി അല്ല, അല്ലെങ്കിൽ ഇവനവിടെ ടോർച്ചറാണ് എന്നൊന്നും അതിനോടൊന്നും എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെ ഹെൽത്തി അല്ലാത്ത ടോർച്ചറിങ് അനുഭവിക്കുന്ന ഒരാൾക്ക് ജയിലിൽ ചാടാൻ പോയിട്ട് നീച്ച് നിന്ന് മുള്ളാനുള്ള ആവത് പോലും കാണില്ല. ഇവൻ ഇത്രയും വല്ല അതിലും ചാടി പോലീസുകാരെ കണ്ണും വെട്ടിച്ച് കിണറ്റിനകത്ത് പോയിട്ട് കിടതാ പൊളിച്ചിരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹീസ് ബ്ലഡി ഹെൽത്തി. ഓക്കെ, അപ്പം എൻ്റെ ഡൗട്ട് മൊത്തം ഇരിക്കുന്നത് ഒന്നുമില്ലെങ്കിൽ ഇത് ഇവൻ്റെ കൊടൂര പ്ലാന്, എസ്കേപ്പ് പ്ലാൻ സിനിമേനേക്കാൾ വെല്ലുന്നവൻ്റെ പ്ലാന്. പട്ടിണി കിടന്ന്, മനഃപൂർവ്വം പട്ടിണി കിടന്ന് ശരീരഭാരം കുറച്ച് ട്രിമ്മായി, പിന്നെ കുറച്ച് ടൂൾസോ സാധനം എവിടെയെങ്കിലും സംഘടിപ്പിച്ച് ജയിലിൻ്റെ അഴികൾ വളച്ചാൽ മതി. ഒടിച്ച് കയറുന്നില്ല, വളച്ച് കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ പോകാൻ പറ്റുക അറിയില്ല. ഞാൻ ജയിലിൻ്റെ അഴികൾ കണ്ടിട്ടില്ല, മേ ബി ഞാൻ പറയുന്നത് മിസ്റ്റേക്ക് ആയിരിക്കാം. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് അങ്ങനത്തെ വല്ല സെറ്റപ്പും ചെയ്തതായിരിക്കണം. പോലീസ് അന്വേഷണത്തിൽ നമുക്കത് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഇവന് കൃത്യമായ ഹെൽപ്പ് ജയിലിനകത്തുനിന്ന് കിട്ടി. എന്നാലും ശരീരഭാരം കുറച്ച് കഴിഞ്ഞാൽ ഇവനും അതിൽ കുത്തിപ്പിടിച്ച് കയറാനും പരിപാടിക്കും പറ്റും. കാരണം ഒരു കയ്യിൽ കൈപ്പത്തിയില്ല, ഒരു കയ്യേ ഉള്ളൂ. പക്ഷെ ആ കൈപ്പത്തി ഇല്ലാത്തതിൻ്റെ കുറവുകളൊന്നുമില്ല. രണ്ട് കയ്യിലുള്ള ആളുകൾ ചെയ്യുന്നതിനേക്കാൾ വലിയ തെമ്മാടിത്തരവും കാര്യങ്ങളാണ് ഈ തെണ്ടി ചെയ്തു കൂട്ടിയിട്ടുള്ളത്. എന്നാലും ഞാൻ ആലോചിക്കും, നമ്മുടെ സിസ്റ്റം ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എത്രത്തോളം വലുതാന്നുള്ളത് അല്ലേ.
ഒരു കൊടൂര പ്രതിയെ ട്രാക്ക് ചെയ്യാൻ നമ്മളെ പോലീസ് സിസ്റ്റത്തിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയാനാ? ഇവിടെ മോഡിഫൈ ചെയ്ത് ഏതെങ്കിലും ഒരുത്തൻ കാറോ ബൈക്കോ പുറത്തിറക്കി കഴിഞ്ഞാൽ കൊടൂര ക്രിമിനലിനെ പോലെ ഓനെ വർഷാവർഷം കാലാകാലം ട്രാക്ക് ചെയ്ത് പിന്നാലെ പിടിക്കുമല്ലോ, ഇല്ലേ? അപ്പം ഇത്രയും വലിയൊരു കൊലപാതകം നടത്തിയ ഒരു പരനാറിയെ അവൻ്റെ ഹാബിറ്റ്സ് ട്രാക്ക് ചെയ്യാനോ അവൻ്റെ ഒരു ബേസിക് സാധനം ട്രാക്ക് ചെയ്യാനടേ ഒരു പ്രതിൻ്റെ അവൻ്റെ എന്താണ് അവൻ്റെ ഹാബിറ്റ്സ്, ഇപ്പോൾ അവൻ്റെ മൂഡ് എങ്ങനെയാണ് പോകുന്നത്, അവൻ ഈ ജയിലിൽ ചാടാനുള്ള ഒരു പ്രവണത കാണിക്കുന്ന ഒരുത്തനാണോ, അതൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യണ്ടേ ഇവർ? അങ്ങനത്തെ സംഗതികളൊന്നും നടന്നതായിട്ട് എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ ന്യൂസുകളിലൂടെ പോകുമ്പോൾ എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആളൂർ വക്കീലിന് ബലിയിടാൻ വേണ്ടി ചാടിയതാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ എന്താണെങ്കിലും സിസ്റ്റം ഫെയിലിയർ എന്ന് പറഞ്ഞ സാധനം നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഇപ്പം ഞാൻ വന്ന് പറയുന്നില്ല മറ്റേ ഇപ്പോഴത്തെ ആഭ്യന്തരം മറ്റേത് മറിച്ചതെന്നുള്ളത്. ഈ ജയിൽ കുറേ കാലമായിട്ട് അവിടെ ഉണ്ടല്ലോ. ഭരിച്ചു വരുന്ന ഓരോ പാർട്ടികളും കൊണ്ടുവരേണ്ട മാറ്റങ്ങളായിരുന്നു. ഓക്കെ, നമ്മൾ ചോദിച്ചില്ല, നമ്മൾ ചോദ്യം ഉയർത്തുന്നില്ല. അപ്പം നമ്മുടെ സെക്യൂരിറ്റി എന്താണെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഇതിപ്പോൾ ഗോവിന്ദച്ചാമിയെ പോലെ ഒരു കൊടൂര കുറ്റവാളി ജയിലിൽ ചാടിയത് കൊണ്ട് നാട്ടുകാർക്ക് തിരിച്ചറിയാനും മീഡിയ അറ്റൻഷൻ കിട്ടിയത് കൊണ്ടും ഇവനെ എന്ത് ചെയ്തു, പിടിച്ചു. ഇതേപോലെ കണ്ണൂർ ജയിലിൽ നിന്ന് എത്ര എണ്ണം പുറത്തിറങ്ങി ചാടി എന്തൊക്കെ ചെയ്ത് തിരിച്ച് ജയിലിൽ കയറുന്നുണ്ട് എന്നുള്ളത് ആർക്കറിയാം? ഇതിപ്പോൾ ചെയ്തൂടെ? സിനിമയിൽ മാത്രമൊന്നുമല്ലോ, ഇത് പോസിബിൾ അല്ലേ? ജയിലിൽ ചാടിക്കാം, ജയിലിൽ ചാടാം, ചാടിയതിനു ശേഷം എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാം, തിരിച്ച് ജയിലിലേക്ക് തന്നെ വരാം. ഇതിനിപ്പോൾ ചോദിക്കാനും പറയാനും ആളും ഇല്ലാത്തൊരവസ്ഥ പോലെയാണല്ലോ. തോന്നുമ്പോൾ ചാടുക, തോന്നുമ്പോൾ കയറുക എന്നുള്ള അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഒരു ഹൈ പ്രൊഫൈൽഡ് ക്രിമിനൽ ആയതുകൊണ്ട് ഇവനെ ട്രാക്ക് ചെയ്തു. ഒരു വേറെ എന്തെങ്കിലും ഒരു ലോക്കൽ കേസിൽ ഒരു 2, 3 അല്ലെങ്കിൽ 5 വർഷം കിടക്കുന്ന ഒരുത്തിന് ഇറങ്ങി കയറി ഒന്ന് പോയിക്കൂടെ അവിടെ? ഈ സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ സോ അട്ര സിസ്റ്റം ഫെയിലിയർ എന്നേ എനിക്ക് പറയാനുള്ളൂ. അതും ഇനിയിപ്പോൾ ലാസ്റ്റ് വന്നിട്ട് ഞങ്ങാണ്ട് ഇത് വല്ല മോക്ക് ഡ്രില്ലാണ് പരിപാടിയാണ് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ലോക കോമഡി ആയിരിക്കും. അതിലേക്കൊന്നും പോവില്ല എന്ന് എൻ്റെ പ്രതീക്ഷ ഉണ്ട്. എന്താണെന്നെങ്കിൽ ഇവനെ എവിടെയെങ്കിലും ഹെൽപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് വരട്ടെ. ഇല്ലെങ്കിൽ ഇവൻ്റെ പ്ലാൻ ആണ് എന്നുണ്ടെങ്കിൽ, ഇവനെ കൊണ്ട് പോലീസിനെ പറയിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവർക്കൊരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ പ്ലാൻ എന്തായിരുന്നു എന്ന് അറിയാൻ എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഞാൻ പറയാം, ബേസിക്കലി എസ്കേപ്പ് പ്ലാൻ പോലത്തെ സിനിമകൾ കണ്ടിട്ടുള്ളൊരു ഹാർഡ് കോർ ഫാനാണ് ആ സിനിമേൻ്റെ. അപ്പോൾ ഇങ്ങനെ റിയൽ ടൈമിൽ ഇങ്ങനെ ഒരുത്തൻ, അത് ഇങ്ങനെ ഒരു ക്രിമിനൽ നമ്മളെ നാട്ടിലൊരു ജയിലിൽ ഇത് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഭാഗ്യം പോലീസുകാരെപ്പോഴുകൊണ്ട് കിട്ടി കഴിഞ്ഞിട്ടാണ്. നാട്ടുകാർ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ തലയ്ക്ക് കല്ലിട്ട് കൊന്നിട്ടുണ്ടാവും നാറിനെ. എന്നിട്ട് തന്നെ ചള്ളയ്ക്ക് ഒരാളെന്തോ കൊടുത്തിട്ടുണ്ട്. അയാൾക്കൊരു ബിഗ് സല്യൂട്ട്. നല്ല അടി കൊടുത്തിട്ടുണ്ട് മൂന്നേക്ക്, 1.5 അടി. മലയാളികൾ കൊട്ടിക്കാൻ ആഗ്രഹിച്ച അടിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓക്കെ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറ. രാവിലെ മുതൽ അയ്യോ പറയാൻ മറന്നുപോയി, പ്രധാന സാധനം ജനം ടി വിയോടാണ്. നിങ്ങൾക്ക് മാത്രം ഇവൻ ഗോവിന്ദച്ചാമി അല്ലേ മക്കളെ? അല്ല, കേരളത്തിൽ ഗോവിന്ദച്ചാമി എന്നാണ്. നിങ്ങൾക്ക് മാത്രം ഇവർ ചാർലി തോമസ് പിടിയിൽ നിന്നാണ് ജനം ടി വി കൊടുത്തിട്ടുള്ളത്. അതായത് തമിഴ്നാട് പോലീസ് റെക്കോർഡ്സിൽ ഇവൻ്റെ പേര് ചാർലി തോമസ് എന്നാണ്. അപ്പം ജനം ടി വിക്ക് ഗോവിന്ദച്ചാമി, ഒരു ജാനകി വി എന്നാക്കിയ പോലെ ഗോവിന്ദച്ചാമി ദൈവത്തിൻ്റെ പേരാണല്ലോ. എൻ്റെ മലൻ ടി വി ഉളുപ്പുണ്ടോ? അല്ലെങ്കിൽ ഇത്തിരി ഉളുപ്പുണ്ട് ഒരു ചാനലാവുമ്പോൾ? അല്ല, ഇല്ലാതെ പറയാം, ഞാൻ ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഉണ്ടാവാനും പോണില്ല. ചാർലി തോമസ് പോലും ഇങ്ങനെ വർഗീയത തുപ്പാൻ വേണ്ടിയിട്ടൊരു ചാനൽ തുറന്നു വെച്ചിട്ട്